കാണുന്ന ആ ഒരു ഹെലികോപ്റ്റർ അത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നാട്ടികയിലേക്ക് എത്തുന്നതാണ്. അദ്ദേഹം വോട്ട് ചെയ്യാൻ അങ്ങോട്ടേക്ക് എത്തിയതാണ്. നേരത്തെ സുർജിത്ത് പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യവും അതുതന്നെയാണ്. എല്ലാവരും എത്ര ദൂരെ നിന്നാണെങ്കിലും പറ്റുന്നത്ര വോട്ട് രേഖപ്പെടുത്തുക അവരവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അത് ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. എത്ര ശാരീരിക അവശതകൾ ഉണ്ടെങ്കിലും അവരെത്തുന്നു. ഒപ്പം ഇപ്പോൾ ഏത് വ്യവസായ പ്രമുഖരാണെങ്കിലും കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു. അത് സ്വന്തം നാട്ടിൽ തന്നെ എത്തുന്നു എന്നുള്ളതാണ്. MA യൂസഫ് അലി വോട്ട് ചെയ്യാൻ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. റാഫി കരീമാണ് ചേരുന്നത് വിവരങ്ങളുമായി. റാഫി, നാട്ടികയിൽ ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, അദ്ദേഹത്തിന് ഏത് ബൂത്തിലാണ് വോട്ട് എന്ന് അറിയാമോ? പറയൂ. വോട്ട് ചെയ്യാനായി നാട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് വോട്ട് ചെയ്യാനായി സ്വന്തം ബൂത്തിലേക്ക് നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വോട്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തലില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. ലോകത്തിലെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് അതാണ്. അപ്പോൾ ഒരു വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മളുടെ വോട്ട് അവകാശം അത് കാര്യമായ രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള നമ്മളുടെ ഭരണഘടനയോടുള്ള നമ്മളുടെ ആ പ്രതിപത്തി, അതുപോലെ നമ്മുടെ അവകാശം അതൊക്കെ പ്രശ്നത്തിലായതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടി. ഞാൻ ബാങ്കോക്കിലായിരുന്നു. ഇന്നവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിംഗ് ഇനോഗ്രേഷൻ കഴിഞ്ഞുകൊണ്ട് കയറിയതാണ്. അദ്ദേഹം ബാങ്കോക്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വിമാനത്തിൽ കൊച്ചിയിലേക്ക് എത്തുന്നു. കൊച്ചിയിൽ നിന്ന് അദ്ദേഹം നേരെ സ്വകാര്യ ഹെലികോപ്റ്ററിൽ നാട്ടികയിലേക്ക് എത്തുന്നു. ഇനി ഇവിടെ നിന്ന് റോഡ് മാർഗം തൊട്ടടുത്ത് അദ്ദേഹം പഠിച്ച സ്കൂളിലാണ്, 4ാം ക്ലാസ് വരെ അദ്ദേഹം പഠിച്ച സ്കൂളിൽ തന്നെയാണ് അദ്ദേഹം വോട്ട് ചെയ്യാനായി പോകുന്നത്. ഇവിടെ നിന്ന് നേരെ സ്കൂളിലേക്കാണ്, നാട്ടികയിലെ MLP സ്കൂളിലേക്കാണ് അദ്ദേഹം വോട്ട് ചെയ്യാനായി പോകുന്നത്. ബാങ്കോക്കിൽ നിന്നാണ് ഈ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം അദ്ദേഹം ഇങ്ങോട്ട് എത്തിയത്. അല്പസമയത്തിനകം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം നാട്ടികയിലെ MLP സ്കൂളിലേക്ക് എത്തും. യെസ്, റാഫി കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നാട്ടികയിൽ സ്വന്തം സ്കൂളിൽ 1 മുതൽ 4 വരെ പഠിച്ച സ്കൂളിലാണ് MA യൂസഫ് അലിക്ക് വോട്ടുള്ളത്. വോട്ട് രേഖപ്പെടുത്താനായി ബാങ്കോക്കിൽ നിന്നാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരു കാര്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആർക്കായാലും ഏത് തരത്തിൽ സമൂഹത്തിൻ്റെ ഏത് മേഖലയിലുള്ളവർക്കായാലും ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അത് വിമർശിക്കുക, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു കക്ഷി ഭരിക്കുമ്പോൾ അപ്പുറത്ത് പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് വാക്കാൽ പറയുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം നമ്മൾ നമ്മുടെ വോട്ടിലൂടെ അത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.